ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബ്രൂണയിലുള്ളത് സുകുമാരക്കുറുപ്പ് അല്ലെന്ന് സ്ഥിരീകരിച്ച് തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച്. ബ്രൂണോയിൽ താമസമാക്കിയത് കരുമത്ര സ്വദേശി ദാമോദര മേനോൻ തന്നെയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ദാമോദര മേനോനുമായി ഫോണിൽ സംസാരിച്ചു എന്നും പുറത്തുവന്ന വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദാമോദര മേനോൻ അറിയിച്ചതായും പോലീസ് പറയുന്നു. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഈ കുടുംബാംഗങ്ങൾ അറിയിച്ചതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും വ്യക്തമാകുന്നത് ഇത് ദാമോദര മേനോൻ തന്നെയാണ്, സുകുമാരക്കുറുപ്പ് അല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. രുചീഷ്, അങ്ങനെ തന്നെയാണ്. പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇന്നലെ വന്ന വാർത്തകളുടെ കൂടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ അടിയന്തരമായ ഒരു അന്വേഷണം തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും നടത്തുകയായിരുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കരുമത്രയിലെ ദാമോദര മേനോന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണുകയും മൊഴിയെടുക്കുകയും ചെയ്തത് നമ്മൾ തത്സമയ ദൃശ്യങ്ങളായി കാട്ടിത്തന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ദാമോദര മേനോന്റെ സഹോദരനായിട്ടുള്ള ഗംഗാധര മേനോനെയും സഹോദരിയുടെ മകളായിട്ടുള്ള ശ്രീകലയെയും നേരിട്ട് കാണുന്നതും മൊഴിയെടുക്കുന്നതും സംസാരിക്കുന്നതും. ഇതിനെ തുടർന്ന് ഇവർ തന്ന കോൺടാക്ട് നമ്പർ അനുസരിച്ചുകൊണ്ട് ബ്രൂണോയിലുള്ള ദാമോദര മേനോനുമായി സ്പെഷ്യൽ ബ്രാഞ്ച് ACP നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു. പുറത്തു വന്ന വാർത്തകൾ തന്നെ ഒരു കുറ്റവാളിയുടേതെന്ന് ചിത്രീകരിക്കുന്ന വിധത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഫോട്ടോകളും അടക്കം അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ദാമോദര മേനോൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ള വിവരം കൂടി പോലീസിനെ, സ്പെഷ്യൽ ബ്രാഞ്ചിനെ ദാമോദര മേനോൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, താൻ അസുഖബാധിതനാണ്, വീണ് പരിക്കേറ്റ് നട്ടലിന് ബെൽറ്റിട്ട് ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ള കാര്യവും അദ്ദേഹത്തേതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുവായിട്ടുള്ള ഗംഗാധര മേനോൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഈ പോലീസ് വന്ന് നിങ്ങളോട് സംസാരിച്ചു, ബ്രൂണോയിലുള്ള ചേട്ടനുമായി അവർ ഫോണിൽ സംസാരിച്ചു അല്ലെ? എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതിൽ അങ്ങൊരു കാര്യം ചോദിച്ചറിഞ്ഞു. ഇവിടുന്ന് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവും. ഇതൊന്നും സത്യങ്ങളില്ല, ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും വരുമ്പോൾ നമ്മൾ ആൾ മാറി നടക്കുന്നവർ ആദ്യം അടക്കില്ല. ഞാൻ എൻ്റെ ആൾ, എൻ്റെ പെങ്ങൾ ഇവിടെ ഇല്ല. ഇത് മരുമകനാണ്. ഇതിലും വലിയ നീളുള്ള ആളാണ്. ഇപ്പൊ ഇതും കണ്ട് ഞാൻ വേറെ മാറിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഗംഗാധരേട്ടനായിട്ട് സംസാരിച്ചല്ലോ, ബ്രൂണോയിലുള്ള ദാമോദരേട്ടനായിട്ട് സംസാരിച്ചല്ലോ. കാണിച്ചു. അതേ എന്താ പറഞ്ഞത്? പോലീസിനോട് എന്താ ദാമോദരൻ ചേട്ടൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്റെ ചേട്ടനോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇപ്പൊ എന്റെ ചേട്ടനോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞാള്? ചേട്ടനോട് വീട്ടുകാര് അവർ ചേട്ടൻ ദിവസം വരാം, ആ ഭാഗം പോയി കിടക്കുക, സങ്കടത്തിലായിരിക്കും. ഇപ്പൊ ഈ വാർത്ത വന്ന കാര്യമൊക്കെ ചേട്ടനോട് അതൊന്നും ചേട്ടനറിയില്ല. ഞാൻ പറയാൻ പോയിട്ടില്ല. ഇവിടെ വന്ന ആൾക്കാരുടെ കാര്യം പറയാൻ പോയിട്ടില്ല. മരാമത്ത് നടത്തണം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ മരാമത്ത് നടത്തണം. അപ്പൊ എന്റെ മനസ്സിൽ ഇവിടെ അവിടെ വേറെ വീട് കിട്ടുന്നു വാങ്ങിയിട്ട് മാറിക്കൊടുക്കാം. ഈ പോലീസുകാരൊക്കെ വന്ന കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞു? എനിക്കറിയില്ല. ചേട്ടന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ടെന്നാണ് പറഞ്ഞത്? ഇപ്പൊ വലിയ കുഴപ്പമില്ല. അതൊന്നും അങ്ങോട്ട് ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് മരാമത്ത് നടത്തണം, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യും. അത് മുടക്കാൻ പാടുണ്ടോ? ഇതുപോലെ എനിക്ക് അവസരം പിന്നെ കിട്ടുമോ? ഞാൻ വിളിച്ച ചിലപ്പോ കിട്ടില്ല. സുകുമാരക്കുറുപ്പിന്റെ കാര്യം സംസാരിച്ചോ? ഇല്ല. എന്തോ കുറുപ്പ്, സുകുമാരക്കുറുപ്പ് നിൽക്കില്ല. ഇല്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. രുചീഷ്, ഇദ്ദേഹം ഗംഗാധരൻ ഈ പറയുന്ന ദാമോദര മേനോന്റെ സഹോദരനാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ACP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി മൊഴിയെടുക്കുന്ന സമയത്ത് നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചതായിട്ടാണ്, ദാമോദര മേനോനുമായി സംസാരിച്ചതായിട്ടാണ് ഗംഗാധരൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ACP നേരിട്ട് സംസാരിച്ചപ്പോഴാണ് തനിക്ക് പുറത്തു വന്ന വാർത്തകളിലുള്ള അതൃപ്തി. സ്ഥിരീകരണം വരുമ്പോൾ സത്യത്തിൽ ഒരു വലിയ ദ്രോഹമാണ് ചെയ്തത്. കാരണം ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് ആ തരത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ നൽകി ലോകമാകെ അത് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ കുടുംബവും അതോടൊപ്പം പോലീസും ഒക്കെ സ്ഥിരീകരിക്കുന്നത് സുകുമാരക്കുറുപ്പ് അല്ല എന്ന്. ആ മനുഷ്യൻ ഈ മണിക്കൂറുകളിൽ അനുഭവിച്ച കാര്യം അതൊരു ദ്രോഹം തന്നെയാണ്. തീർച്ചയായും രുചീഷ്, അങ്ങനെ തന്നെയാണ് കേരള പോലീസിന്റെ അന്വേഷണ സംഘങ്ങളെ ചോദ്യമുനയിൽ നിർത്തുന്നതും അവരുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമായ വിധത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത്. അത് ഒരു വ്യക്തിഹത്യ എന്നതിനപ്പുറത്ത് അപവാദ പ്രചരണത്തിൽ കൂടി അല്ലെങ്കിൽ ആൾമാറാട്ടത്തിന്റെ രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ എന്നുള്ള നിലയിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇദ്ദേഹത്തിന് തന്നെ നമുക്ക് ഗംഗാധരൻ ചേട്ടനെ തന്നെ കണ്ടാൽ അദ്ദേഹത്തിന് നല്ല പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഈ പറയുന്ന ദാമോദരൻ. രോഗശൈലിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രങ്ങൾ പല വിധത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വ്യക്തിഹത്യക്കുള്ള ശ്രമമാണ് നടന്നത് എന്ന് ബന്ധുക്കൾ തന്നെ കരുതുന്നു. അവർ തന്നെ അതുകൊണ്ട് നിയമ നടപടിയുടെ സാധ്യതകൾ അന്വേഷിക്കുകയാണ്. ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ നേരിട്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം വാർത്തകൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ താൻ ബ്രൂണോയിലുള്ള ആളാണ്, വർഷങ്ങളായി നാട്ടിൽ എത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ നാടുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്, ബന്ധുക്കളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ രഹസ്യമല്ല, അത് ഏത് നിലയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായും ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്ന നിലയിലാണ് ഉള്ളത്.
ഉള്ളത്. ഇപ്പോൾ അസുഖബാധിതനാണ്, രോഗശയ്യയിലാണ്. അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട്. ഇപ്പോൾ തന്നെ ഗംഗാധരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. വീട്ടിൽ മരാമത്ത് പണികളൊക്കെ നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തു. ഈ സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ നിരന്തരം ചില ആളുകൾ വിളിക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തപ്പോഴാണ് ഫോൺ എടുക്കാതിരുന്നതും തുടർന്നുള്ള മറ്റുള്ള ആളുകളുമായി ആശയവിനിമയത്തിന് മുതിരാതിരുന്നതും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ കാട്ടിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദാമോദര മേനോന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ഭാര്യയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തടക്കം താമസിക്കുന്നുണ്ട്. അവരെ കൂടി നേരിൽ കണ്ട് മൊഴികൾ രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ വിവരങ്ങൾ ഉന്നത സംഘത്തിന് കൈമാറും. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബ്രൂണോയിലുള്ളത് ദാമോദര മേനോൻ തന്നെയാണ് എന്നുള്ളതും സുകുമാരക്കുറുപ്പല്ല എന്നുള്ള കാര്യവും തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തി പ്രാഥമിക നിഗമനം എന്നുള്ള നിലയിൽ റിപ്പോർട്ട് നൽകാൻ തുടങ്ങുകയാണ്. രുചീഷ്.